إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس كلوا مما في الأرض حلالا طيبا ولا تتبعوا خطوات الشيطان إنه لكم عدو مبين. ഏറ്റവും ആദരവും പ്രിയവുമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവനവനെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ തഖ്വയോടുകൂടി നിർവഹിക്കുവാൻ പരിശ്രമിക്കണമേ എന്നും ആത്മാർത്ഥമായും ആമുഖമായും എന്നോടെന്ന പോലെ തന്നെ നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖീകളായി ജീവിച്ചു മരിക്കാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ഈ പ്രപഞ്ചത്തിലുള്ള സകല ജന്തു ജീവജാലങ്ങൾക്കും ജീവിക്കുവാൻ ആവശ്യമായ വായു അല്ലെങ്കിൽ ജീവൻ, വെള്ളം, പാർപ്പിടം, ഭക്ഷണം, ഇതൊക്കെ അതിൻ്റെ പ്രാഥമികമായ അടിസ്ഥാന ആവശ്യങ്ങളെ പരിഗണിച്ചുകൊണ്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. ഭക്ഷണം, പാർപ്പിടം, വെള്ളം, ജീവൻ എന്നല്ല, ആ ഘടന അങ്ങനെയാണ്. മറ്റെന്തെല്ലാം ഉണ്ടായിരുന്നാൽ പോലും ജീവിക്കുവാൻ ആവശ്യമായ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് വായു. ഇതിനെല്ലാം കൂടി പറയുന്ന പേരാണ് റിസ്ഖ് എന്നുള്ളത്, ഉപജീവനം. റിസ്ഖാണെങ്കിലോ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹീതമായൊരു ദാനമാണ്. അതെല്ലാവർക്കും ഉണ്ട് ഒരേ അളവിൽ. ഒരു കുപ്പിയിലുള്ള 1 ലിറ്റർ വെള്ളം തനിക്ക് അവകാശപ്പെട്ടതാണ് എങ്കിൽ അതിൽ അവസാനത്തെ തുള്ളിയും കുടിച്ചിട്ടല്ലാതെ, ഒരു ധാന്യമണിയും ഭുജിച്ചിട്ടല്ലാതെ ഒരാൾ അതിവിടെ ബാക്കി വെച്ച് പോകില്ല. അവസാനത്തെ ശ്വാസവും അവസാനത്തെ തുള്ളി വെള്ളവും അവസാനത്തെ ആഹാരത്തിന്റെ ഗുരുവും തനിക്ക് അവകാശപ്പെട്ടതാണ് എങ്കിൽ അത് അനുഭവിച്ച് തന്നെയാണ് പോവുക. ഖുർആനിൽ ഈ റിസ്ഖിനെ സംബന്ധിച്ച് 4ഓളം സ്ഥലങ്ങളിൽ അല്ലാഹു ആവർത്തിച്ച് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിലൊന്നാണ് ഞാൻ നിങ്ങൾ ഓതി കേൾപ്പിച്ച സൂറത്തുൽ ബഖറയിലെ 168-ാമത്തെ ആയത്ത്. യാ അയ്യുഹന്നാസ്, മനുഷ്യരെ വിളിച്ചുകൊണ്ട്, കുലൂ മിമ്മാ ഫിൽ അർദി, നിങ്ങൾ ഭൂമിയിൽ ഉള്ളതിൽ നിന്ന് ഭക്ഷിച്ചു കൊള്ളുക, ഹലാലൻ ത്വയ്യിബൻ. 2 നിബന്ധനകളാണ് വെച്ചത്. ഒന്ന്, അത് വിശിഷ്ടമായിരിക്കണം. ഹലാൽ എന്ന് പറഞ്ഞാൽ അനുവദനീയമാണ്. എല്ലാ ഹലാലും ത്വയ്യിബല്ല. എല്ലാ ത്വയ്യിബുകളും ഹലാലാണ് താനും. ഇത് മനുഷ്യരോട് കേവലമുള്ള ഒരു കൽപ്പനയായിരുന്നില്ല. പ്രവാചകന്മാരോട് അഖിലവും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് യാ അയ്യുഹർ റുസുൽ, പരിശുദ്ധ ഖുർആനിൽ 23-ാമത്തെ സൂറത്തുൽ മുഅ്മിനൂനിലെ
51-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയാ കുലു മിനത് ത്വയ്യിബാത്തി, നിങ്ങൾ വിശിഷ്ടമായത് തിന്നണം. പ്രവാചകന്മാരോടാണ് കൽപ്പന, മുർസലുകളോടാണ് കൽപ്പന. അവർ അമ്പിയാക്കളാണ്. അപ്പൊ അമ്പിയാക്കളോടും മുർസലോടുമുള്ള പ്രത്യേകമായ കൽപ്പനയാണ് കുലൂ മിനത് ത്വയ്യിബാത്തി, നിങ്ങൾ ത്വയ്യിബത്തായത് ഭക്ഷിക്കണം. വഅമലു സ്വാലിഹാൻ, സൽക്കർമ്മങ്ങൾ ചെയ്യുകയും വേണം. ഇത് രണ്ടും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. എന്ന് പറഞ്ഞാൽ വിശിഷ്ടമായത് ഉപജീവനമായ മാർഗമായി സ്വീകരിച്ചെങ്കിൽ മാത്രമാണ് അയാളുടെ കർമ്മങ്ങളൊക്കെ അമലു സ്വാലിഹാത്തുകളായി മാറുക. നമുക്ക് ഭൂലോകത്തുള്ള ജന്തു ജീവജാലങ്ങളെ, താൽക്കാലികളെ നമ്മുടെ മുൻപിലെടുത്ത് വെച്ച് പരിശോധിച്ചാൽ അവയിൽ പ്രകടമായ നൈസർഗികമായ അനുകരണീയമായ അതുല്യമായ ഒരു മാതൃക കാണാൻ പറ്റും. നാം കൊടുക്കുന്ന എല്ലാ പുല്ലും എല്ലാ കാലിത്തീറ്റയും വെള്ളത്തിലെ മുഴുവൻ തുള്ളിയും കോഴിത്തീറ്റയിലെ മുഴുവൻ തീറ്റയും അവ കഴിക്കാറില്ല. ആവശ്യമുള്ളത് മാറ്റി നീക്കി വെച്ചതിന് ശേഷം അത്യാവശ്യമുള്ളത് മാത്രമാണ് കഴിക്കുക. ഓരോ പദങ്ങളും ഒരുപാട് പ്രാവശ്യം വിശദീകരിക്കേണ്ടതാണ് എന്നുള്ളതുകൊണ്ട് ഞാൻ ആ ഭാഗം ഒഴിവാക്കുക. ആവശ്യമുള്ളത് നീക്കി അത്യാവശ്യമുള്ളത് മാത്രമാണ് കഴിക്കുക. ഈ ഒരു സ്റ്റേജിലേക്ക് മനുഷ്യൻ എപ്പോഴെത്തുക? ഈ ഒരു തലത്തിലേക്ക് മനുഷ്യൻ എന്ന് പറയുന്ന 70 വയസ്സുള്ള പൂർണ്ണ ആരോഗ്യമുള്ള പക്വതയുള്ള ഒരു മനുഷ്യൻ എപ്പോഴെത്തുന്നൊരു ലാസ്റ്റ് സ്റ്റേജിൽ തിന്നാവുന്നതൊക്കെ തിന്ന് കുടിക്കാവുന്നതൊക്കെ കുടിച്ച് ഇനി കിടക്കാൻ ഇടം ഇല്ല വയറിനകത്ത്. ഓടുന്ന രക്തത്തിന്റെ മതിയായ രൂപത്തിലുള്ള ഫോഴ്സ് ഇല്ല. താങ്ങാവുന്ന ഹൃദയത്തിന്റെ വലിപ്പത്തിന്റെ അകത്ത് താങ്ങാവുന്നതിൽ വലിയ ഭാരമുള്ളത് കൊണ്ട് അതിന്റെ താളം നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. പൊങ്ങാവുന്ന തടിയല്ല പേറി നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് കാലുകൾ അത് വിളിച്ചോതുകയാണ്. മുട്ടുകാല് പറയും ഭാരം കൂടിയിട്ടുണ്ട്. ഡോക്ടർ പറയുന്നതിന് മുമ്പേ മനസ്സിലാക്കാനുള്ള കഴിവ് മനുഷ്യനില്ലാതെ പോയി. പക്ഷെ നാൽക്കാലി അങ്ങനെയല്ല. അതത് നീക്കി വെച്ച് അത്യാവശ്യമുള്ളത് മാത്രമാണ് കഴിക്കുക. മനുഷ്യന്റെ നിലപാടെന്താ? ഉപജീവന മേഖലയിൽ മനുഷ്യന്റെ നിലപാടെന്താ? എങ്ങനെയെങ്കിലും ഉണ്ടാക്കുക, എന്തെങ്കിലും ആഹരിക്കുക. ഉദാഹരണം പറഞ്ഞാൽ വീട്ടിൽ അത്യാവശ്യമായ ഒരു 10,000 രൂപയുടെ ആവശ്യമുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഭാര്യ ഭർത്താവിനോട് പറയുന്നത് അറിയോ? എങ്ങനെയെങ്കിലും ഉണ്ടാക്കുക. എങ്ങനെയെങ്കിലും ഉണ്ടാക്കല. എല്ലാം അൻസാരികളായ, അതായത് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയ മുഹാജിറുകളായ ആളുകളെ എല്ലാ അർത്ഥത്തിലും സാമ്പത്തികമായി അവർക്ക് നൽകാവുന്ന വ്യക്തിപരമായ സാമൂഹികമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കാൻ പ്രാപ്തിയുള്ള ആളുകളാണ് മദീനക്കാര് അന്നും ഇന്നും എന്നും. അതാണ് മദീനക്കാരുടെ പ്രത്യേകത. ആ മദീനയിലുള്ള പ്രമാണിമാരായ പ്രഗത്ഭന്മാരായ കൂലിത്തൊഴിലാളികളായ സാധാരണക്കാരായ ഇടത്തട്ടുകാരായ ആളുകളുടെ വീടുകളിൽ നിന്ന് രാവിലെ ഉപജീവന മാർഗത്തിന് വേണ്ടി അന്വേഷിച്ചിറങ്ങും. സുബഹിസ്കാരം കഴിഞ്ഞാൽ അത് വിശദീകരിക്കുന്നില്ല കേട്ടോ. സഹാബത്തിന്റെ ശൈലി അതായിരുന്നു. ആ പോകുമ്പോ അൻസാരിയായ സഹോദരന്റെ പിറകെ അദ്ദേഹത്തിന്റെ ഭാര്യ വീടിന്റെ പടിവരെ വരും, സലാം പറയും, ഒരു ഉപദേശവും കൊടുക്കും. എന്താ ഉപദേശം? നമ്മൾ നമ്മുടെ വീടിന്റെ ഗേറ്റിൽ പേരെഴുതുന്നതിന്റെ താഴെ എഴുതി വെക്കേണ്ട ഉപദേശം. എന്താ ഉപദേശം എന്നറിയോ? എന്റെ ഹബീബെ, പ്രാണൻ പോലെ സ്നേഹിക്കുന്ന എന്റെ പ്രിയതമൻ, നിങ്ങൾ ഉപജീവന മാർഗം അന്വേഷിച്ചാണ് പുറപ്പെടുന്നത്. ഈ യാത്രയിൽ പെർമനന്റ് ജോലിയല്ല, ഗവൺമെന്റ് സർവീസിലല്ല, ഏതെങ്കിലും പ്രൈവറ്റ് കമ്പനിയിലല്ല, 2 വർഷത്തെ എഗ്രിമെന്റ് അല്ല. ഇന്ന് പോയിട്ട് ഇന്ന് കിട്ടിയാൽ ഇന്നത്തെ ഉപജീവനം, കിട്ടിയില്ലെങ്കിലോ പട്ടിണി. നിങ്ങൾ അങ്ങനെ അന്വേഷിച്ചിറങ്ങുന്നതിനിടയിൽ നിന്ന് നിങ്ങൾക്ക് ഹലാലായത് എന്ത് കിട്ടിയോ അത് മാത്രം മതി ഞങ്ങൾക്ക് ഉപജീവന മാർഗമായി കൊണ്ടുവരാൻ. ഹറാമായതുമായി ഞങ്ങളുടെ വീടുകളിലേക്ക് വരുന്നതിനേക്കാൾ ഞങ്ങൾ പട്ടിണി കിടക്കാനാണ് ആഗ്രഹിക്കുന്നത്, നരകത്തിൽ പോകുന്നതിനേക്കാൾ ഉപരിയായി. ഇതോ നമ്മുടെ ഭാര്യമാർ, നമ്മുടെ സഹോദരിമാർ, നമ്മുടെ ഉമ്മമാർ,
നമ്മുടെ പെൺമക്കൾ, സമൂഹത്തിൽ ജീവിക്കുന്ന ഞാനും നിങ്ങളും ഒക്കെ പഠിക്കേണ്ടുന്ന ഒരു പാഠമാണ്. ഹലാലുകൾ എന്ന് പറഞ്ഞാൽ, ഹറാമുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കി വെച്ചത് മദ്യം ഹറാമാണ്, പന്നിയിറച്ചി ഹറാമാണ്, ചത്തത് ഹറാമാണ്, അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഹറാമുമില്ല. അതുകൊണ്ട് കല്യാണത്തിന് ബിരിയാണി വെക്കുമ്പോൾ അതിലൊരു ചത്ത കോഴി ഉണ്ടായിരുന്നു എന്ന് ആരെങ്കിലും ഒന്ന് തമാശ പറഞ്ഞാൽ ഭക്ഷണം മുഴുവൻ വേസ്റ്റ് ആകും. ഏതെങ്കിലും ആൾ വന്നിട്ട് പറയാം, അയാൾ 10 ലക്ഷം രൂപ കല്യാണം പറഞ്ഞ് ഉറപ്പിച്ചതിന് ശേഷം ഭാര്യ പിതാവിന്റെ അരികിൽ നിന്ന് 10 ലക്ഷം രൂപ വാങ്ങിച്ചിട്ടാണ് ഈ കല്യാണ പരിപാടി മുഴുവൻ, ഈ പ്ലാൻ മുഴുവൻ നടത്തുന്ന പറഞ്ഞാലോ ആ കുഴപ്പമില്ലാതെ അത് ആരാ വാങ്ങാത്ത, ആരാ തിന്നാത്ത? എന്താ അബ്രാഹാമിന്റെ നിർവചനം നമ്മുടെ ഇടയിൽ? എന്താ? മോഷ്ടിച്ച കാർ ഉപയോഗിക്കുകയാണ്. ഇവിടുന്ന് പാവർട്ടി വഴി പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ ഇവിടുന്ന് മുല്ലശ്ശേരി വഴി പോവുകയാണെങ്കിൽ ചങ്ക് ഇങ്ങനെ പടപടാന്ന് അടിക്കും. എന്തുകൊണ്ടാ തരുമോ? ഇതിന്റെ RC എന്റേതല്ല, ഇത് ഇൻഷുറൻസ് അടച്ചിട്ട്, പക്ഷെ അത് എന്റെ പേരിലല്ല, ഇതിന്റെ ഒന്നും എന്റേതല്ല, ഡ്രൈവിംഗ് ലൈസൻസ് മാത്രം എന്റേത്. എന്നാൽ ഒരാൾ കല്യാണം കഴിഞ്ഞു, ഭാര്യ വീട്ടിൽ നിന്ന് അമ്മോശൻ മരുമകന്റെ കയ്യിൽ പുതിയൊരു വണ്ടിയുടെ ചാവികൻ വെച്ചു കൊടുത്തു, അഭിമാനത്തോടുകൂടി കയറിയിരുന്നേനെ പോകും. എന്താ ഹറാം, ഏതാ ഹലാൽ? ഇങ്ങനെ നോക്കിയാൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഹറാമിനെ കാണാൻ പറ്റില്ല എങ്കിലും ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു മറയുണ്ട്. ആ മറയുടെ പേരാണ് ഹറാം, ഹബീസ് എന്നുള്ളത്. അത് ഈ ഹലാലിനും തൊയ്യബിനും വിരുദ്ധമാണ്, അത് അപകടമാണ്. ഷുഗർ പോലെ അതിനേക്കാൾ ഗുരുതരമായി പലപ്പോഴും രോഗിയായി ഡോക്ടറെ അടുക്കൽ ചെന്നാൽ പരിശോധിക്കുന്നത് കൂട്ടത്തിൽ പ്രഥമ സ്ഥാനത്ത് നിൽക്കുന്നതിൽ പെട്ട ഒന്നാണ് ഷുഗർ ഉണ്ടോ എന്നുള്ളത്. ഷുഗർ പരിശോധിച്ചു, ഉണ്ടെന്ന് കണ്ടെത്തിയാൽ ഡോക്ടറുടെ അടുത്ത ചോദ്യം എന്താ? പാരമ്പര്യമായിട്ട് ആർക്കെങ്കിലും ഉണ്ടോ? വീട്ടില് പിതാവിനുണ്ടായിരുന്നോ മാതാവിനുണ്ടായിരുന്നോ ഒക്കെയാണ് ചോദ്യം. ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ജനിതകമായ ഒരു കംപ്ലൈന്റ് ആണ്. പക്ഷെ ഹറാം അതിനേക്കാൾ ജനിതകമായ ശാപമാണ്, ലഅനത്താണ്, നരകത്തിന് ഹേതുവായി തീരും. കാരണം സ്വർഗത്തിൽ പോകണമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്തിട്ട് ആ ദുആയുടെ സൽഫലങ്ങൾ അല്ലാഹു സ്വീകരിക്കണം, ഖബൂലിയത്ത് ഉണ്ടാകണം. അമലുണ്ടായാൽ പോരാ, ദുആ ചെയ്യണം. ദുആ ഉണ്ടായാൽ പോരാ, അതിന് അല്ലാഹുവിന്റെ ഖബൂലിയത്ത് എന്ന് പറയുന്ന സ്വീകാര്യത ഉണ്ടാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, സ്വീകാര്യത ഉണ്ടാകുകയില്ല ഹറാം ഉണ്ടെങ്കിൽ. ഇത്തഖൽ മഹാരിം തകുൻ അഅബദൻ നാസ്. നീ ഒരു ആബിദാകണോ? അള്ളാഹുവിന്റെ ഇബാദത്ത് ചെയ്തവന്റെ പേരാണല്ലോ ആബിദ് എന്നുള്ളത്. നിനക്ക് അങ്ങനെയുള്ള അള്ളാഹുവിന്റെ ഇബാദത്ത് ചെയ്ത ഒരു മനുഷ്യനാവണോ എങ്കിൽ തകുൻ, അത് നീ ആയിത്തീരും. ഇത്തഖൽ മഹാരിം, ഹറാമുകളെ സൂക്ഷിക്കണം, ഒരു തരി പോലും കടന്നു വരരുത്. അങ്ങനെ വന്നാൽ ദുആ തടയപ്പെടും, പരലോകമോ നഷ്ടപ്പെടുകയും ചെയ്യും. നമുക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു സംഭവം, അതൊരു മനുഷ്യന്റെ സംഭവമല്ല, ഒരു സമൂഹത്തിലെ ഞാനും നിങ്ങൾ പടങ്ങുന്ന മുഴുവൻ ഉമ്മത്തിൽപ്പെട്ട ആളുകളുടെയും ആയ ഒരു ജീവിത ചരിത്രമാണ്. പക്ഷെ അത് നമുക്ക് നേർക്കുനേരെ കാണാൻ കഴിയില്ല എന്ന് മാത്രം. കാണണമെങ്കിൽ ഈ മറ പൊളിച്ച്, ഇന്ന് നാം ധരിച്ച വസ്ത്രത്തിന്റെ മറ പൊളിച്ച്, നാം അണിഞ്ഞ മുഖംമൂടിയുടെ തിരശീല മാറ്റിയിട്ട് രാത്രിയുടെ ഇരുട്ടിന്റെ അറയിൽ നാം തനിച്ചിരിക്കുമ്പോൾ നമുക്ക് നമ്മളെ കാണാൻ പറ്റും. അവിടെ റസൂലുള്ളാഹി പറയുകയാണ്, ഒരു മനുഷ്യൻ അയാൾ എരിപൊരി കൊള്ളുന്ന വെയിലത്ത് നടന്ന് യാത്ര ചെയ്ത് മദീന പള്ളിയിൽ വരിക. മദീന മുനവ്വറയിൽ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇമാമ് നിൽക്കുന്ന പള്ളിയിൽ വന്നിട്ട് 2 റക്അത്ത് നിസ്കരിക്കുന്ന മനുഷ്യൻ, അയാൾ നിർവഹിച്ചത് സാക്ഷാൽ 500 റക്അത്ത് പ്രതിഫലം കിട്ടുന്നതാണ്, അല്ല 1000 റക്അത്ത് പ്രതിഫലം കിട്ടുന്നതാണ്. കാരണം 500 ഒരു റക്അത്തിന് വീതമല്ല, 2 ലോകത്തിലെ 2ാം നമ്പർ പള്ളിയാണ്. ഹറമിലാണെങ്കിൽ 1,00,000 എങ്കിൽ മസ്ജിദുൻ നബവിയിലാണെങ്കിൽ അത് 1000 മാറുന്നു. അവിടെ 2 റക്അത്ത് നിസ്കരിച്ച മനുഷ്യനെ ചൂണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നോക്കൂ സഹാബത്തെ, ആ മനുഷ്യനെ ഒന്ന് ദർശിക്കൂ നിങ്ങൾ. ആ മനുഷ്യൻ കണ്ടോ, കരഞ്ഞുകൊണ്ടാണ് ദുആ ചെയ്യുന്നത്. നമ്മളെ പോലെ വെറുതെ കൈ നീട്ടിയിരുന്നിട്ടല്ല,
കരഞ്ഞ് കണ്ണീരൊലിപ്പിച്ച് ദുആ ചെയ്യുക. അത്ര ആത്മാർത്ഥമാണ് അദ്ദേഹത്തിന്റെ ദുആ. മാത്രവുമല്ല, അയാൾ ദീർഘദൂരം യാത്ര ചെയ്തിട്ട് അയാളെ തോളിൽ 2 സഞ്ചിയുണ്ട്, മാറാപ്പ്. അത് രണ്ടും വലിച്ചു കൊണ്ടുവന്നിട്ട് അയാൾ ക്ഷീണിച്ചിട്ടുണ്ട്. വെയിൽ കൊണ്ടിട്ട് അയാളുടെ ശരീരം വിയർപ്പ് കൊണ്ട് നനഞ്ഞിട്ടുണ്ട്. ആ പാണ്ടക്കെട്ടിൽ നിന്ന് അയാൾ തന്റെ തോൽ സഞ്ചി എടുത്തിട്ട് അതിൽ നിന്ന് ഉളു ചെയ്തിട്ടുണ്ട്. ആ വെള്ളം കൂടിയായപ്പോൾ അദ്ദേഹത്തിന്റെ ശരീരം വിയർപ്പിനാലും വെള്ളത്താലും കൂടുതൽ നനഞ്ഞു. ആ ഇരുന്ന ഇരിപ്പിൽ ഇന്ന് ഇന്നത്തെ പോലെ ഫാനോ AC ഒന്നുമില്ല. അവിടെ ഇരുന്ന ഇരിപ്പിൽ അയാൾ വീണ്ടും നനഞ്ഞു. പുറമെ മൂന്നാമതായി അയാളുടെ ശരീരത്തിൽ, അയാളുടെ കണ്ണുകളിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന കണ്ണീരിന്റെ തുള്ളികൾ കൂടിയായപ്പോ അയാളാകെ വെള്ളത്തിൽ വീണവരെ പോലെയായി. എന്നിട്ടും അയാൾ തന്റെ റബ്ബിനോട് നീണ്ട ദുആ നിർവഹിക്കുകയാണ്. യാ റബ്ബി യാ റബ്ബി യാ റബ്ബി ഫഅന്നാ യുസ്തജാബു ലഹു ഫഅന്നാ യുസ്തജാബു ലഹു. എന്റെ റബ്ബേ, ഒരു ദർഗയിലേക്കല്ല, മരിച്ചുപോയ ആളുകളോടല്ല, അമ്പിയാക്കളോടല്ല, ഔലിയാക്കളോടല്ല, ശിർക്ക് കലർന്നിട്ടില്ല, പക്ക പെർഫെക്റ്റ് മുവഹിദായ ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്നപ്പോ അദ്ദേഹത്തിന്റെ പള്ളിയിൽ വന്ന് നിസ്കാരം കഴിഞ്ഞിട്ട് ദുആ ചെയ്തതിന് അള്ളാഹുവിന്റെ റസൂൽ കൊടുത്ത മറുപടി ചോദ്യമായിട്ട് ഇങ്ങനെയാണ്: ഫഅന്നാ യുസ്തജാബു ലഹു. ഈ മനുഷ്യന് എവിടുന്നാണ് അള്ളാഹു ഉത്തരം കൊടുക്കുക? സഹാബത്ത് അത്ഭുതപ്പെട്ടു. ഇത്രത്തോളം ആത്മാർത്ഥമായി ഇബാദത്ത് ചെയ്തിട്ട് ഒരാൾക്ക് ദുആ ചെയ്യാൻ കഴിഞ്ഞുവെങ്കിൽ അതൊരു മഹാഭാഗ്യമാണ് അല്ലാഹുവിന്റെ റസൂലേ. പക്ഷെ എന്നിട്ടും അദ്ദേഹത്തിന് ദുആയ്ക്ക് ഉത്തരമില്ലേ? ഇല്ലെന്നാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. എന്താ കാരണം? അക്കലഹു ഹറാം, മത്അമഹു ഹറാം, വമശ്റബുഹു ഹറാം, വമൽബസുഹു ഹറാം, വഉദിയ ബിൽ ഹറാം. അയാൾ ഇന്നീ നേരം വരെ കഴിച്ചത് മുഴുവൻ ഹറാമിന്റെ അംശമുള്ളതാണ്. ഹറാം തിന്നു എന്നല്ല, ഹറാമിന്റെ അംശത്തോടു കൂടിയാണ്. ഞാനും നിങ്ങളുമൊക്കെ 1 കിലോ അരി വാങ്ങുന്നുണ്ടെങ്കിൽ 4 നാഴി അരി അല്ലെങ്കിൽ 4 അളവ് പാത്രത്തിലേക്ക് കോരിയിടുന്നതെങ്കിൽ അതിൽ 1 കുരു ധാന്യം ഹറാമിൻ്റെത് എങ്കിൽ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കണം. ചില്ലറയല്ല വിഷയം. അയാൾ ചെയ്യുന്നില്ലേ, ഇയാൾ ചെയ്യുന്നില്ലേ, ആ ഹാജിയാർ ചെയ്യുന്നില്ലേ, ഈ മൊയ്ലിയാർ ചെയ്യുന്നില്ലേ, ആ തങ്ങൾ ചെയ്യുന്നില്ലേ, അതൊന്നും തെറ്റുകളും തിന്മകളും ഹറാമുകളും ചെയ്യാനുള്ള മാനദണ്ഡവും ന്യായീകരണങ്ങളുമല്ല. ഞാനെന്ത് ചെയ്യണം? അതുകൊണ്ട് മത്അമുഹു ഹറാം വമശ്റബുഹു ഹറാം. അയാൾ കുടിച്ചതിലും ഹറാമുണ്ട്. മദ്യം ഉപയോഗിച്ചു, ലഹരി കഴിച്ചു, പന്നിമാംസം കഴിച്ചു എന്നല്ല പറഞ്ഞത്. വമൽബസുഹു ഹറാം. അയാൾ എടുത്ത വസ്ത്രത്തിലുണ്ട് ഹറാം. ഞാൻ എപ്പോഴും പറയാനുള്ള ഉദാഹരണം പറഞ്ഞ് അവസാനിപ്പിക്കാം. ചാള 300 രൂപയാണ് കമ്പനി ഇന്നൊക്കെ വില. ഞാൻ ഇട്ട് നോക്കുമ്പോൾ 13 തന്നെ ഉള്ളൂ. ഒന്നും കൂടി ഇടറാന്ന് പറഞ്ഞു. എല്ലാ തകയില മുതലാവൂല. ഇജ്ജിട്ട് സ്ഥിരമായിട്ട് മീൻ വാങ്ങുന്ന ഒരാളാണ്. അപ്പൊ അയാൾ 320 രൂപയാണ് വില വെച്ചു. ആ 320 രൂപ വിലയുള്ള ഈ സാധനത്തിൽ നിന്ന് ഒന്നുകൂടി എക്സ്ട്രാ കൊടുത്തു. നമ്മളിങ്ങനെ കീശേന്നിങ്ങനെ എടുത്തിട്ട് 300ന്റെ നോട്ട്, അതായത് 200 രൂപയും 100 രൂപയാണെങ്കിൽ 300 രൂപ എടുത്ത് കൊടുത്ത് എന്ത് മതിയാറുണ്ട്? അല്ലക്ക ഒന്നും അധികം പറഞ്ഞു. ഞാൻ എന്റെ സാമാന്യ മര്യാദ കൊണ്ട് ഇട്ട് 320 രൂപയാണ് വില. അത് തരേ ഇല്ല. മൂപ്പര് സാധനം വാങ്ങി വീട്ടിൽ കയറി. മീൻകാരൻ ചെങ്കടുപ്പോട് കൂടി നിന്ന് 20 രൂപ കൊടുത്തില്ല. അതുകൊണ്ടെന്തായി? ആ 1 കിലോ മീൻ മുഴുവൻ ഹറാമായി. തീർന്നോ? അവിടെ തീർന്നിരുന്നെങ്കിൽ സമാധാനിക്കാമായിരുന്നു. അതാണ് അടുത്ത വാചകം. ഞാൻ പറഞ്ഞില്ലേ, ജനിതക കോഡുകളിൽ നിന്ന് ഷുഗർ പകരുന്നത് പോലെ ഹറാമിന്റെ അംശം ജനിതകമായി പാരമ്പര്യമായി വല്യപ്പയും വല്യപ്പയും വെട്ടിപ്പിടിച്ച അതിർത്തികളില്ലാത്ത, ആധാരമില്ലാത്ത, കുടിക്കട സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത, ക്രയവിക്രയ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത, ഭൂമിയിൽ വെച്ച തെങ്ങിൽ നിന്നുണ്ടായതിൽ നിന്ന് 1 രൂപ ഈ ഹലാലായതിൽ ചേർന്നാൽ, വെട്ടിപ്പിടിച്ചതിൽ ആധാരത്തിൽ 15 ഏക്കറുള്ളൂ. അളന്നു നോക്കുമ്പോൾ 16 ഏക്കറുണ്ട്. ആ 1 ഏക്കറിൽ ഉണ്ടാക്കിയത് ബാക്കി 16 ഏക്കർ ഹറാമായി മാറി. റസൂൽ പറയാ വഉദിയ ബിൽ ഹറാം. അതിന്റെ വിശദീകരണമാണിത്. അയാൾ ചെയ്തതല്ല, മറിച്ച് അയാളുടെ പിതാക്കളോ പിതാമഹന്മാരോ ചെയ്തതിൽ നിന്ന് അയാൾ ഭക്ഷണം കഴിക്കുകയും
ആ ഭക്ഷണം കഴിച്ചതിൽ നിന്ന് അയാൾക്ക് രക്തമുണ്ടാകുകയും ആ രക്തത്തിൽ നിന്ന് അയാൾക്ക് ബീജം നൽകുകയും ആ ബീജത്തിൽ നിന്ന് മക്കൾ പിറക്കുകയും ചെയ്തു. മക്കളുടെ മക്കൾ ഷുഗർ പരക്കുന്നത് പോലെ ഹറാമിന്റെ വഴിത്താരയിൽ കൂടി നരകത്തിലേക്ക് പോകുമെന്നാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ഇന്ന് വീട്ടിൽ ഈട് കയറിയിട്ടില്ല, ഇൻകം ടാക്സുകാർ വന്നില്ല, വിജിലൻസ് അന്വേഷിച്ചു വന്നില്ല, കള്ളക്കണക്ക് കൂട്ടി ഉണ്ടാക്കിയതിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി പഞ്ചായത്തിൽ നിന്ന് വന്നിട്ട് ആരും വീട് അളന്നു നോക്കിയില്ല, പോക്കുവരവ് നിരത്താൻ വേണ്ടി തണ്ടപ്പേരും തണ്ട നമ്പറും കിട്ടാൻ വേണ്ടിയിട്ട് വില്ലേജ് ഓഫീസർക്ക് കൈക്കൂലി കൊടുത്ത് വാങ്ങിക്കൊണ്ട് വന്നതല്ല എന്റെ ഭൂമി. പക്ഷേ ഇത് മുഴുവൻ നാളെ റബ്ബിന്റെ കോടതിയിൽ കൊണ്ടുവന്നു പരിശോധനക്ക് വിധേയമാക്കുമെന്നോ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. ലാ തസൂലു ഖദമ അബ്ദിൻ യൗമിൽ ഖിയാമ ഹത്താ യുസ്അല. 5 കാര്യങ്ങളെ പറ്റി ചോദിച്ചിട്ടല്ലാതെ ഒരു മനുഷ്യന്റെയും ഇരുകാലുകളും നാളെ പരലോകത്തിന്റെ വിചാരണ കോടതിയിൽ നിന്ന് മാറിക്കുത്താൻ അല്ലാഹു അനുവദിക്കുകയില്ല. അൻ ഉംരിഹി, തന്റെ ആയുസ്സിനെ സംബന്ധിച്ചും, ഫീമാ അഫ്നാഹു, അത് എന്തിലാണ് വിനിയോഗിച്ചത്, വഅൻ ഇൽമിഹി ഫീമാ ഫഅൽത, അറിവിനെ സംബന്ധിച്ചു, ആ അറിഞ്ഞ അറിവ് കൊണ്ട് നീ എന്താണ് പ്രവർത്തിച്ചത്, വഅൻ ജിസ്മിഹി, സ്വന്തം ശരീരത്തെ സംബന്ധിച്ച്, ഫീമാ അബ്ലാഹു, അത് എന്തിലാണ് കഴിച്ചുകൂട്ടിയത്, വഅൻ മാലിഹി, ബാക്കിയുള്ളതൊക്കെ ഒരു ചോദ്യമാണ് എങ്കിൽ വഅൻ മാലിഹി, സമ്പത്തിനെ സംബന്ധിച്ച് ചോദിക്കും. ഒന്നാമത്തെ ചോദ്യം മിൻ ഐന ഇക്തസബ, ഇതിന്റെ ഫോഴ്സ് എവിടെ, ഇതിന്റെ സോഴ്സ് എവിടെ? ഈ 10 ലക്ഷം വാങ്ങിയതിന്, 10 കോടി ഉണ്ടാക്കിയതിന് ഇന്ന് വേണമെങ്കിൽ ആളുകളുടെ കണ്ടിൽ ഞാൻ പള്ളിയുടെ പ്രസിഡന്റ് ആദ്യമായിരിക്കാം, അല്ലെങ്കിൽ ഗുരുവായൂർ അമ്പലത്തിനെ കണ്ടില്ലേ ഒരു മാസം എണ്ണുമ്പോ കോടിക്കണക്കിനെ കിട്ടുക, അത് ഭണ്ഡാരപ്പെട്ടി ഇങ്ങനെ വർദ്ധിച്ചിട്ടുണ്ടാകുന്നതല്ല. കട്ടിട്ടും കവർത്തിട്ടും അവിടുന്ന് ഇവിടുന്ന് ചതിച്ചിട്ടും പറ്റിച്ചിട്ടും ഒക്കെ കൊണ്ടുവന്നിട്ട് കാക്കടേ എന്ന് പറഞ്ഞതിന്റെ പ്രതിഫലമാണ്, കാത്തതിന്റെ പ്രതിഫലമാണ്. ഇതുവരെ ഈട് കയറാത്തതിന് നന്ദി പ്രകാശിപ്പിച്ചതാണ്, ഇതുവരെ എൻഫോഴ്സ്മെന്റ് കയറാത്തതിന്, ഇൻകം ടാക്സ് വരാത്തതിന്, സെയിൽ ടാക്സ് വരാത്തതിന്, പഞ്ചായത്തിൽ നിന്നും വില്ലേജിൽ നിന്നും ആള് വരാത്തതിന്റെ നന്ദി പ്രകാശിപ്പിച്ചതാണ് ഭണ്ഡാരത്തിൽ കൊണ്ടുപോയി തള്ളിയത്. നാളെ കണക്ക് പറയേണ്ടി വരും. മിൻ ഐന ഇക്തസബഹു, എവിടുന്നാണത് ഉണ്ടാക്കിയെടുത്തത്, ഫീമാ അൻഫഖഹു, എന്തിലാണ് ചെലവഴിച്ചത്. യാതൊരു വേർപ്പും ഒടിയാത്തതുകൊണ്ട് കണ്ണിക്കണ്ടതിന് മുഴുവൻ ഇപ്പൊ ചെറുപ്പക്കാർ കണ്ടില്ലേ. ഇതൊക്കെ ചോദിക്കുന്ന ചോദ്യം സഹോദരന്മാരെ, സമൂഹത്തിലുള്ള ചെറുപ്പക്കാരോടും വലിപ്പക്കാരോടും ഒക്കെയാ. ഒരു ഫ്ലക്സ് കെട്ടാൻ എത്ര രൂപ ഞങ്ങൾ ചെലവഴിച്ചത്? നിങ്ങളുടെ വീട്ടിൽ ഉമ്മ പട്ടിണി കിടക്കുകയാണ്, 1 കിലോ അരിക്ക് 42 രൂപയുണ്ട്, കുറവയുടെ ഇത് വാങ്ങിത്താ മോനെ എന്ന് പറയുമ്പോ ആ തള്ളെ ചവിട്ടി മറിച്ചതിന് ശേഷം ഫ്ലക്സ് കെട്ടാൻ പോയ തഹജ്ജുദ് നിസ്കരിച്ചാൽ കൂലി കിട്ടുമെന്നറിയാത്തൊരു ചെറുപ്പക്കാരൻ ഈ നാട്ടിലില്ല. പക്ഷേ തഹജ്ജുദ് പോയിട്ട് സുബഹിന്റെ ബാക്കി കൊടുക്കുമ്പോ അതുപോലും നിസ്കരിക്കാതെ നേരെ കളി കണ്ടതിന് ശേഷം വീട്ടിൽ പോയി കിടന്നുറങ്ങുന്ന ആൾക്കാരില്ലേ നമ്മുടെ നാട്ടില്? സമാധാനം പറയേണ്ടി വരില്ലേ നാളെ? പള്ളി കമ്മിറ്റിക്കാർ അറിയില്ല, ഇനി അറിഞ്ഞാൽ തന്നെ ഈ കുളിമുറിയിൽ എല്ലാവരും നഗ്നര, ആരും ചോദിക്കാറില്ല. കാരണം നിന്നെയൊക്കെ ഞാൻ അറിയിടാം, നീ ആരായിരുന്നു ചോദിച്ചാൽ വാലും മടക്കി ഏറും കൊണ്ട് പാഞ്ഞു പോകാനേ പറ്റുള്ളൂ. പക്ഷേ റബ്ബിനൊരു കോടതിയുണ്ട്, ആ കോടതിയിൽ നാളെ പിടിപ്പിക്കപ്പെടും. അവിടെ ഒറ്റയായിരിക്കും, പലതും നന്നായി തോന്നും, ന്യായീകരിക്കും, അതിന്റെ ആളുകളായി മാറും. പക്ഷേ പരലോകം ഭയപ്പെടുന്നവനെ സംബന്ധിച്ച് അത് വലിയ കാര്യം തന്നെയാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു, യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, കുലു മിമ്മാ ഫിൽ അർളി ഹലാലൻ തയ്യിബാ വലാ തത്തബിഉ ഖുതുവാതി ശൈത്വാൻ, പിശാചിന്റെ കാലടികൾ നിങ്ങൾ പിന്തുടരരുത്. നാളെ നന്നാകാം, പിന്നെ നന്നാകാം, പിന്നീടാവാം എന്നിങ്ങനെ വെക്കുന്നതിനിടയിലായിരിക്കും പെട്ടെന്നൊരു വേള അവനവന്റെ അരി ഒടുങ്ങുന്നതും, വെള്ളം തീരുന്നതും, വായു അള്ളാഹു സ്റ്റോപ്പ് ചെയ്യുന്നത്, പാർപ്പിടം അള്ളാഹു തകർത്ത് കളയുന്നത്, ഭക്ഷണം അള്ളാഹു മുടക്കി വെക്കുന്നത്. മലയോര മേഖലകളിലൊക്കെ ജീവിക്കുന്ന ആളുകൾ ഒരു സെക്കൻഡ് പോലും പ്രതീക്ഷിച്ചില്ല. കാരണം ഒന്ന് കഴിഞ്ഞു, ഇനി ഉണ്ടാവൂല എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. പിന്നീടാണ് അവിടെ പ്രളയം വന്നത്, സുനാമി വന്നത്, നിപ്പ വന്നത്. ഇനിയും ഒരുപാട് വൈറസുകൾ കടന്നു വരുന്നു. ഒരു പനി ഉണ്ടായാൽ മതി, തകർന്നു പോകും, തരിപ്പണമാകും. അതോടുകൂടി മരിച്ചാൽ തീരുന്നതല്ല കേട്ടോ. ഹറാമ് വന്നാൽ
നാളെ പരലോകം പ്രയാസപ്പെടും. അതുകൊണ്ട് ഇന്നഹു ലക്കും അദുവ്വും മുബീൻ, നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണ് പിശാച്. അവന്റെ കെണിയിൽ നിങ്ങൾ വീണു പോകാൻ പാടില്ല. ഹലാൽ ഉപജീവന മാർഗമായി ഹറാമിൽ നിന്ന് മാറി അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായി ജീവിച്ചു വരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഫഅഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ഇന്നൽ ഹംദലില്ലാഹി ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹബിഹിൽ ഫായിസീന ബിറല്ലാഹ്. യാ ഇബാദല്ലാഹ് ഇത്തഖുല്ലാഹ ഖാലിയൻ ബിത്തഖ്വല്ലാഹ്. وعن أم سلمة رضي الله عنها قالت أن النبي صلى الله عليه وسلم كان يقول إذا صلى الصبح حين يسلم اللهم إني أسألك علما نافعا ورزقا طيبا وعملا متقبلا. رواه أحمد وابن ماجه رحمة الله عليه. സഹോദരങ്ങൾ, ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. നാം ഏറെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഒരു നേരത്തെ വയറിന് വേണ്ടിയായിരുന്നെങ്കിൽ നമ്മുടെ അധ്വാനക്ക് എന്നേ നിർത്തേണ്ടിയിരുന്നു. പക്ഷേ അവിടുന്ന് അങ്ങോട്ട് നമ്മുടെ ബാധ്യതകൾ നീണ്ടു പോവുക. മക്കളൊരു അരികിലെത്തിയാൽ ചിറകം തുകലും വന്ന് അവർ പറക്കാൻ തുടങ്ങിയ നമ്മുടെ പരിപാടി അവസാനിപ്പിച്ച് സ്വസ്ഥമായിട്ടുള്ളത് കുടിച്ച് അവനാൻ്റെ വീട്ടിൽ ഇബാദത്ത് ചെയ്തിരിക്കാം എന്ന് വിചാരിക്കുമ്പോഴായിരിക്കും അടുത്തത്. ഇങ്ങനെ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് ഇങ്ങനെ മരണം വരെ ലൈഫ് ടൈം മെമ്പറായിട്ട് ഇങ്ങനെ ജീവിക്കാം. അതിൻ്റെ ഇടയിൽ നമ്മൾ ഉപജീവന മാർഗങ്ങളിലേക്ക് വരുന്ന ഹറാമുകളെ സൂക്ഷിക്കേണ്ടതുണ്ട്. അത് ഒരു സന്ദർഭത്തിലല്ല. നമ്മുടെ അക്കൗണ്ടുകൾ സേവിങ് അക്കൗണ്ടുകളാണോ എന്ന് പരിശോധിക്കണം. സേവിങ് അക്കൗണ്ടുകളാണെങ്കിൽ നിർബന്ധമായി നമ്മളെ കുരുക്കിൽ വീഴും. ക്രെഡിറ്റഡ് അക്കൗണ്ടുകളാണെങ്കിൽ നമ്മളിൽ നിന്നൊരു നിശ്ചിത സംഖ്യ ഗവൺമെന്റോ അല്ലെങ്കിൽ ബാങ്കോ പിടിക്കുന്നുവെങ്കിലും നമുക്ക് ആശ്വസിക്കാം. അതോടൊപ്പം തന്നെ പ്രാർത്ഥിക്കുകയും വേണം. ഉമ്മി സലമത റളിയല്ലാഹു അൻഹായിൽ നിന്ന് ഉള്ള ഹദീസാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. കാന യഖൂലു അന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഖൂലു ഇദാ സ്വല്ലാ അസ്സുബ്ഹു ഹീന യുസല്ലിമു. സുബ്ഹ് നമസ്കരിച്ച് സലാം വീട്ടിയാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യാറുണ്ടായിരുന്നു. നമുക്കറിയാത്ത ദുആയൊന്നുമല്ല. അല്ലാഹുമ്മ ഇന്നി അസ്അലുക, അല്ലാഹുവേ ഞാൻ നിന്നോട് ചോദിക്കുകയാണ് കേട്ടോ, ഇൽമൻ നാഫിഅൻ, പ്രയോജനകരമായ അറിവ്, വരിസ്ഖൻ ത്വയ്യിബൻ. അവിടെയാണ് നമ്മൾ നമ്മുടെ ഈമാനിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് വെക്കേണ്ടത്. റിസ്ഖൻ ത്വയ്യിബൻ, കണ്ടോ, ഹലാലായ പോരാ, അത് ത്വയ്യിബായിരിക്കണം. അത്ര വിശിഷ്ടമായത് അല്ല എങ്കിൽ അതിൽ അവശിഷ്ടം വരുമെന്നുള്ളതാണ്. അതുകൊണ്ട് ഉപജീവനത്തിന്റെ മേഖലകളിൽ ഹലാലിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന വിശിഷ്ടമായത് ഭക്ഷണം കഴിക്കുന്നവരായി മാറാൻ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യാം. മൂന്നാമത് പറഞ്ഞു വഅമലൻ മുതഖബ്ബലൻ, സ്വീകാര്യയോഗ്യമായ അമൽ ചെയ്യാൻ അള്ളാഹുവെ ഞാൻ നിന്നോട് ചോദിക്കുന്നു. എന്താ ഇത് മൂന്നും തമ്മിലുള്ള വ്യത്യാസം? അതൊന്ന്, അമൽ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ അമൽ എന്നത് അള്ളാഹു കബൂൽ ചെയ്യണമെങ്കിൽ റിസ്ഖ് വളരെ ത്വയ്യിബായിരിക്കണം. റിസ്ഖ് ത്വയ്യിബാകണമെങ്കിൽ ആദ്യം പറഞ്ഞ ഇൽമു നാഫിയത്തായിരിക്കണം. എന്താ ഏറ്റവും വലിയ അറിവ്? ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹനായി ആരുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് ജീവിച്ചിരുന്ന ഒരു ഗ്രാമീണ പെൺകുട്ടിക്കുണ്ടായിരുന്ന അത്ര നോളേജ് പോലും നമുക്കുണ്ടോ? ഒറ്റ സംഭവമാണ്. അവരെന്തോ ഒരു ചെറിയ കുറ്റത്തിന് പിടിക്കപ്പെട്ട് കൊണ്ടുവന്ന് നിർത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ ശിക്ഷ വിധിക്കാൻ വേണ്ടി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 2 ചോദ്യം ചോദിക്കാം, ആ 2നും ഉത്തരം പറഞ്ഞാൽ നിന്നെ നിരുപാധികം വിട്ടയക്കാം. അതിൽ ഒന്നാമത്തെ ചോദ്യം അയ്നല്ലാഹ്, അല്ലാഹ് എവിടെയാണ്? നിസ്സംശയം ആ ഗ്രാമീണ പെൺകുട്ടി പറഞ്ഞു ഫിസ്സമാ, അല്ലാഹു ആകാശത്താണ്. തൂണിലും തുരുമ്പിലും അവിടെയും ഇവിടെയും എല്ലായിടത്തും ഒക്കെ അല്ലല്ല. രണ്ടാമത് ചോദിച്ചു അന, ഞാനാരാ? മൻ അന, ഞാനാരാ? അന്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലാണെന്ന് പറഞ്ഞു. ഈ അള്ളാഹുവും റസൂലും തമ്മിലുള്ള വേർതിരിവുണ്ടല്ലോ, അള്ളാഹുവിനെ സംബന്ധിച്ച് കൃത്യമായ ധാരണയുണ്ടല്ലോ. ആ ധാരണയാണ് മനുഷ്യന്റെ അറിവ്. ആ അറിവ് കിട്ടുമ്പോൾ മാത്രമാണ് റിസ്ഖ്
വിശിഷ്ടമാകുന്നത്. ബിസ്മില്ലാ എന്ന് പറഞ്ഞ് ഭക്ഷണം കഴിക്കുന്ന ഒരാളെ സംബന്ധിച്ചാൽ ഹറാമിന്റെ കൈ കുത്തില്ല, കൈ വെക്കില്ല, ഹറാമിന്റെ കാശിലേക്ക് കൈ വെക്കില്ല, ഹറാമിന്റെ കാറിലേക്ക് കാൽ വെക്കില്ല, ഹറാമിന്റെ മേഖലകളിലേക്ക് കണ്ണു വെക്കില്ല. അള്ളാഹു തന്നെ കാണുന്നു എന്ന ബോധ്യവും ബോധവും ഉണ്ടെങ്കിൽ എങ്കിൽ ബാക്കിയുള്ളതൊക്കെ ശരിയാവും. അങ്ങനെ ശരിയാകുന്ന ശരിയായ മുത്തഖീകളിലും മുഅ്മിനുകളിലും ഉൾപ്പെടാൻ നാം ആത്മാർത്ഥമായി പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. മാനുഷികമായി നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അറിയുന്ന റബ്ബ് അത് മുഴുവനും ഇരുലോകത്തും പുറത്തു മാപ്പാക്കി തന്ന് മറച്ചു വെച്ച് നമ്മെ അനുഗ്രഹിക്കട്ടെ. അവ മായ്ച്ചു കളയുവാൻ ഉതകുന്ന അവനവനെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന അമൽ സ്വാലിഹാത്തുകൾ ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും മരണമടഞ്ഞവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം അല്ലാഹു റാഹത്താക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളായ വീടുകളിലും ആശുപത്രികളിലും ഈ മജ്ലിസിലും മസ്ജിദിലും ഉള്ള മുഴുവൻ രോഗികളായ ആളുകൾക്കും ഷാഫിയായ റബ്ബ് ആജിലും കാബിലുമായ ശിഫയും സമാധാനവും ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കട്ടെ. അവനവന്റെ കാര്യങ്ങൾ മറ്റൊരാളുടെ സഹായം കൂടാതെ നിർവഹിക്കുവാൻ ആവശ്യമായ സിഹ്ഹത്തും താഖത്തും ആഫിയത്തും അള്ളാഹു മരണം വരെ നമുക്ക് നിലനിർത്തി തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അള്ളാഹു എത്രയും പെട്ടെന്ന് ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എളുപ്പമാക്കി അള്ളാഹു അവരെയും നമ്മയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉമുള്ള മുത്തഖീങ്ങളായി ജീവിക്കുവാനും ജീവിതാന്ത്യം വരെ ആ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കാനും മരണസമയത്ത് അഫ്ദൽ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലിക്കൊണ്ട് കണ്ണടയ്ക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ജന്നാത്തുൽ ഫിർദൗസിന്റെ ഉടമകളായ അമ്പിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫുസ് സാലിഹുകളും സിദ്ദീഖുകളും ശുഹദാക്കളുമുള്ള സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ യഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അയ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا وأجر والدينا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم انصر المجاهدين في كل مكان اللهم انصر المجاهدين في كل زمان ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.